പ്രവാസ ലോകത്തിന്റെ പ്രതിനിധിയായ ഖാലിദ് ഹാജി വേനൽക്കാലമായാൽ നാട്ടിലെത്തും. തൊഴിലിടമായ കുവൈത്തിനെ തോൽപ്പിക്കുന്ന കൊടുംവേനലിൽ ഉഴലുന്ന നാടിന് ദാഹജലം നൽകാൻ ഓരോ പ്രഭാതങ്ങളിലും ലോറിയിലെ ടാങ്കുകളിൽ കുടിവെള്ളവുമായി എത്തുന്ന ഹാജി ഈ നാട്ടുകാരുടെ നിത്യകാഴ്ചയാണ്. 10 വർഷമായി ഈ പുണ്യപ്രവർത്തിക്ക് ഇവർ പ്രാരംഭം കുറിച്ചിട്ട്. നീലേശ്വരം നഗരസഭയിലെയും ചെറുവത്തൂർ പഞ്ചായത്തിലെയും 800ഓളം കുടുംബങ്ങളാണ് ഹാജിയുടെ നന്മയുടെ ഗുണഭോക്താക്കൾ. ജലവിതരണത്തിനായി എല്ലാ വർഷവും ഒരു വാഹനം വാങ്ങും. മഴ കനത്താൽ അത് വിൽക്കുകയും ചെയ്യും. മിക്കവാറും വണ്ടി എടുത്താലും ഇത് 2 മാസം കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ വില കിട്ടാറില്ല. 35-40 കഴിഞ്ഞ പ്രാവശ്യം 35,000 രൂപ നഷ്ടത്തിനാണ് കൊടുത്തത്. ചില സമയത്ത് 10,000 രൂപ, ചില സമയത്ത് 20 രൂപ, അങ്ങനെ പല ടൈപ്പിലും. എന്നാലും നഷ്ടമേ വരത്തുള്ളൂ, വാങ്ങിയ പൈസ എന്തായാലും കിട്ടൂല. സുഹൃത്തായ അബ്ദുൾ റഹ്മാൻ ഹാജിയും എന്നും ഒപ്പമുണ്ട്. കോട്ടപ്പുറം ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കുഴൽക്കിണർ കുഴിച്ച് ഫിൽട്ടർ സ്ഥാപിച്ചാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര തൃപ്തിയാണ്, വലിയ ഇതുമാണ്. വേറെ അങ്ങനെയുള്ള നിലപാടാണ് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നത്. രാവിലെ 5:30 ജലവിതരണം തുടങ്ങും. 3500 ലിറ്റർ സംഭരണശേഷിയുള്ള 2 ടാങ്കിലാണ് കുടിവെള്ളം ശേഖരിക്കുന്നത്. നമ്മുടെ നാട് മുഴുവൻ ഇത്തരത്തിൽ വരൾച്ച ബാധിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഖാലിദ് ഹാജി എല്ലാ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോവാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. ഗുഡ് മോർണിംഗ് സാരംഗെ, നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകുന്നു എന്ന് പറഞ്ഞില്ലേ? എല്ലാ നാട്ടിലും ഇതുപോലെയുള്ള മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്ര മനോഹരമായി പോയേനെന്ന് ഞാനും ആലോചിക്കുന്നു സാരംഗെ. ഗുഡ് മോർണിംഗ്. സ്നേഹത്തിന്റെ ഉറവ വെറ്റുന്ന ഒരു നാടിന് ആണ് ഇപ്പോൾ ഖാലിദ് ഹാജിയെ പോലുള്ള ആളുകൾ ദാഹജലവും അല്ലെങ്കിൽ തീർത്ഥജലവുമായിട്ട് എത്തുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. ഒരു മനുഷ്യൻ തൻ്റെ പ്രവാസ ലോകത്ത് താൻ നേടുന്ന പണമൊക്കെ തന്നെ ശേഖരിച്ചു വെച്ച് വേനൽക്കാലത്ത് ആളുകൾ ബുദ്ധിമുട്ടുന്നത് അറിഞ്ഞ് നാട്ടിലെത്തി ലിറ്റർ കണക്കിന് കുടിവെള്ളമാണ് സൗജന്യമായിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. ഒരു വാട്ടർ ടാങ്ക് മുഴുവൻ നിറച്ചു കൊടുത്തിട്ട് ലോകത്തില്ലാത്ത കാശ് പറഞ്ഞ് ആളുകളെ കയ്യിൽ നിന്ന് പണം അടുങ്ങുന്ന ഒരു മാഫിയുള്ള നമ്മുടെ നാട്ടിലാണ് എത്രയോ ജനങ്ങളുടെ വീട്ടിലേക്ക് മൊത്തത്തിൽ 800ഓളം വീടുകളാണ് ഹാജിയുടെ ഈ സ്നേഹ വായ്പയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ എന്നൊരു മാതൃകയാണ്. ഒരു സമയത്ത് ഇതൊരു കഥയുണ്ട് ഇതിന് പിറകിൽ. ഹാജി എങ്ങനെയാണ് ഇത്തരത്തിലൊരു നന്മയുമായിട്ട് മുന്നോട്ടേക്ക് വന്നതെന്ന് പറയുന്ന സമയത്ത് ഹാജിയുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ആ പ്രദേശത്തെ ഒരു മദ്രസയിലെ ഉസ്താദുണ്ട്. അദ്ദേഹം കാഞ്ഞങ്ങാടിനടുത്തുള്ള ചതുരക്കിണർ എന്ന് പറഞ്ഞ പ്രദേശത്ത്, കാഞ്ഞങ്ങാടിന് നീലേശ്വരത്തിന് മധ്യയുള്ള ചതുരക്കിണർ എന്ന പ്രദേശത്ത് ഒരു വീടെടുത്ത് പോകുന്ന സമയത്തൊക്കെ തന്നെ നമുക്കറിയാലോ, സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വീടെടുക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ മറന്നുപോയി അവൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വേനൽക്കാലത്താണ് ഈ ഖാലിദ് ഹാജിയും സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട്. അതോടുകൂടി തന്നെ ഇവർ ഒരു തീരുമാനമെടുത്തു, ജലം വിതരണം ചെയ്യുന്നതോളം വലിയ ഒരു പുണ്യം മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കുടിവെള്ളം കൊടുക്കുക എന്നതുപോലെ അത്രയും നല്ല ഒരു കാര്യം, ഒരു പുണ്യപ്രവൃത്തിയും ഇല്ല എന്ന് തോന്നുന്നു. കുടിവെള്ളമാണല്ലോ ഒരു മനുഷ്യന് ജീവൻ നിലനിൽക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത്, ഏറ്റവും അത്യാവശ്യം. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ളൊരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന മനുഷ്യനെയൊന്നും ഒരു നാടെന്നല്ല ഒരു രാജ്യം പോലും മറക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. വലിയ സല്യൂട്ട് ഉണ്ട്.